ഹലോ ഗൈസ്, ഇന്ന് ഉണ്ടാക്കുന്നത് കപ്പയാട്ടോ. അതായത് കപ്പ പുഴുക്കല്ല, വെറുതെ കപ്പ പുഴുങ്ങിയിട്ട് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വറുത്തിട്ട് അങ്ങനെ ഒരു സംഭവം. അത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് പേരൊന്നും പറയാനറിയില്ല. നിങ്ങളൊക്കെ അങ്ങനെ എങ്ങനെയാണ് കപ്പ ഉണ്ടാക്കണതെന്നൊന്ന് പറയണം കേട്ടോ. ഞാൻ എല്ലാ സൈസിലും ഉണ്ടാക്കും, പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. തലേദിവസത്തെ കുറച്ച് മീൻകറി ഇരിക്കണ്ടായിരുന്നു, അപ്പോൾ അത് കൂട്ടിയിട്ട് നല്ല സെറ്റായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ കപ്പ നന്നായിട്ട് നുറുക്കി ഞാൻ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ അത് കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലിട്ടാണ് ഞാൻ വേവിക്കണത്. നിങ്ങളെങ്ങനെയാണ് വേവിക്കണേ? കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആവുമല്ലോ. അപ്പോൾ ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡായിട്ട് നമുക്ക് ഇനി അതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെ ആട്ടോ. ഒരു സവാള, പച്ചമുളക്, ഉണക്കമുളക്, പിന്നെ ഒരു സംഭവം ഞാൻ മറന്നു പോയിട്ടുണ്ട്, കറിവേപ്പില ഞാൻ എടുത്തില്ല. അപ്പോൾ അതേ കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ്. അപ്പോൾ ആ കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, സവാള കുനുകുനാന്ന് കട്ട് ചെയ്യണം. അപ്പോൾ സവാള കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളക് കട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഉണക്കമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കട്ട് ചെയ്യണം. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അപ്പോഴത്തേക്കും നമ്മുടെ ഓൾറെഡി നമ്മൾ കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കപ്പ വെന്ത് കഴിയുമ്പോൾ നമ്മളത് ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ വെള്ളം എല്ലാം ഊറ്റി മാറ്റണം കേട്ടോ. വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് കപ്പ ഷിഫ്റ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഉള്ളിയും സാധനങ്ങളെല്ലാം അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചത് നമ്മൾ അതിനകത്തേക്ക് ഒരു എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇടുകയാണ് ചെയ്യണത്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് തീരട്ടെ. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇത് നമ്മുടെ പച്ചമുളക് കട്ട് ചെയ്യണം കേട്ടോ. സവാള മാത്രമേ കട്ട് ചെയ്തുള്ളൂ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ബാക്കി കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഉണ്ട്. കറിവേപ്പില നേരത്തെ ഞാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ നമ്മുടെ കുക്കർ വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ എല്ലാ സവാളയും പച്ചമുളകും ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം കൂടി കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരെ ആ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഉള്ളിയും മുളകും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്യണം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ മെയിനായിട്ട് ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ സ്ഥലത്തും ആകണം നമ്മുടെ ഉള്ളിയും മുളകും എല്ലാം കൂടി കേട്ടോ. വേറെ ഒന്നും നമ്മൾ ചേർക്കണില്ല, ഇത്രയാണ് ചേർക്കണുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഉടയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ചാള കറി വെച്ചതും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. മുളകാറ് വെച്ചതാണ്. അപ്പോൾ അതും നമ്മുടെ കപ്പയും കൂടി കഴിക്കാൻ അടിപൊളിയാട്ടോ. രാവിലത്തെ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു, കപ്പയും മീൻകറിയും. അങ്ങനെ നല്ല സൂപ്പർ കോമ്പിനേഷൻ അല്ലേ. കപ്പയും മീൻകറി ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ കപ്പയും മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇരുന്ന് കഴിക്കണതാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട്. ഞാനിങ്ങനെ കപ്പ ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ്. ഓക്കേ, ബൈ ബൈ.